നമസ്കാരം. മീഡിയ വൺ കോൾ സെന്ററിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. വാർദ്ധക്യവും ജീവിതചര്യകളും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് കോൾ സെന്റർ ചർച്ച ചെയ്യുന്നത്. ഇന്ത്യൻ വയോജനങ്ങളുടെ എണ്ണം കൂടി വരികയാണ് എന്നത് വസ്തുതയാണ്. അതിൽ ആയുർദൈർഘ്യം ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലുമാണ്. ആരോഗ്യകരമായ ജീവിത രീതി പിന്തുടരുന്നു എന്നത് തന്നെയാണ് ഇതിന് കാരണം. പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങി പലതരത്തിലുള്ള അസുഖങ്ങളെയും കൃത്യമായി മരുന്ന് കഴിച്ചും ജീവിതക്രമത്തിലൂടെയുമാണ് ഇത് സാധ്യമാകുന്നത്. മരുന്നുകളോടൊപ്പം തന്നെ ജീവിതചര്യകളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിനെക്കുറിച്ചെല്ലാം വിശദമാക്കാനാണ് ഇന്ന് കോൾ സെന്റർ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം. താഴെ എഴുതി കാണിക്കുന്ന നമ്പറിലേക്ക് വിളിക്കാം. ഡോക്ടറുമായി നിങ്ങളുടെ സംശയങ്ങൾ പങ്കുവയ്ക്കാം. നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ കോഴിക്കോട് ലിച്ചോർ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യനായ ഡോക്ടർ ടി പി മെഹ്റൂഫ് രാജാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഡോക്ടർ, സ്വാഗതം പരിപാടിയിലേക്ക്. ഡോക്ടർ, ഈ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും ആയുർദൈർഘ്യമുള്ളത് കേരളത്തിലാണ്. നമുക്കറിയാം, ആരോഗ്യം എന്ന് പറയുന്നത് ശാരീരിക ആരോഗ്യം മാത്രമല്ല, മാനസിക ആരോഗ്യം കൂടിയുണ്ട്. അപ്പോൾ ഒരു വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ, കൃത്യമായൊരു ആരോഗ്യ പരിപാലനത്തിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ ജീവിതചര്യകളാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? തീർച്ചയായും നമുക്ക് തുടങ്ങാൻ പറ്റിയ ഒരു ചോദ്യം തന്നെയാണത്. നമ്മുടെ ആരോഗ്യ സംരക്ഷണം എന്ന് പറഞ്ഞാൽ, വയോജനങ്ങളിലെ ആരോഗ്യ സംരക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഊന്നൽ ഇത്രയും കാലം നടന്നിരുന്നത് ഈ മരുന്നുകളിലാണ്, രോഗചികിത്സ, അസുഖ ചികിത്സയിലായിരുന്നു. സത്യത്തിൽ ശാരീരികമായ ആരോഗ്യം മാത്രമല്ലല്ലോ, മാനസികവും സാമൂഹികവുമായ ആരോഗ്യം കൂടി കൂടുമ്പോഴാണ് ഒരു സമഗ്രമായ ആരോഗ്യം എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ നിലയ്ക്ക് ജീവിതത്തിൻ്റെ സായാഹ്നത്തിലെത്തിയിരിക്കുന്ന ആളുകൾക്ക് ആ കാലഘട്ടത്തിൽ ഈ ജീവിതം കുറേ കൂടെ പോസിറ്റീവ് ആക്കുവാനും, കുറേ കൂടെ ക്രിയാത്മകമാക്കുവാനും, സജീവമാക്കുവാനും, വാർദ്ധക്യകാലം, വയോജനകാലം കുറേ കൂടെ സജീവമാക്കുവാനുമായിട്ട് കുറേ ചര്യകൾ അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങൾ പ്രധാനപ്പെട്ടതായിട്ടുള്ളത് നമ്മുടെ ഈ ഭക്ഷണമാണ്. വാർദ്ധക്യ കാലഘട്ടത്തിൽ നമ്മുടെ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ ശരീരത്തിലെ അവയവ വ്യവസ്ഥകളൊക്കെ അതിൻ്റെയൊക്കെ ശേഷികൾ കുറഞ്ഞു കാണും, പ്രത്യേകിച്ചും നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയോടൊക്കെ. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എളുപ്പം ദഹിക്കുന്ന ഭക്ഷണങ്ങൾ, ഈ നോൺ വെജിറ്റേറിയൻ കുറയ്ക്കുക, ഈ എരിവ്, പുളി, കൊഴുപ്പ് പോലെയുള്ളത് വളരെ കുറയ്ക്കുക, എളുപ്പം ദഹിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക, ഈ പച്ചക്കറിയും ഫ്രൂട്ട്സും ധാരാളം കഴിക്കുക, പിന്നെ നന്നായി വെള്ളം കുടിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഭക്ഷണ രീതികളിലേക്ക് നമ്മൾ നീങ്ങേണ്ടതായിട്ടുണ്ട്. അത് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയെ വലിയൊരളവോളം സംരക്ഷിക്കാൻ സാധിക്കും. മാത്രവുമല്ല, ഇത്തരത്തിൽ വൈറ്റമിൻസും മിനറൽസും അത്യാവശ്യം പ്രോട്ടീൻസുമുള്ള കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ഒരു സമീകൃത ആഹാരം കഴിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ഹൃദയത്തിൻ്റെയും കരളിൻ്റെയും വൃക്കകളുടെയൊക്കെ ആരോഗ്യം കൂടെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അത് ഈ ഭക്ഷണത്തിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമില്ലേ, വ്യായാമം. നമ്മൾ ഈ വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ പലരും കാണാറുണ്ട്, റിട്ടയർമെന്റ് ലൈഫൊക്കെ അത് ആ ഒരു രീതിയിൽ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ പലരും. അപ്പോൾ വ്യായാമത്തിലേക്ക് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? എങ്ങനെയൊക്കെ നമുക്ക് വ്യായാമം ഏതൊരു പ്രായത്തിലുള്ള മനുഷ്യൻ്റെയും ഒരു വ്യക്തിയുടെയും ജീവിതത്തിന് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാകേണ്ടതുണ്ട്. വാർദ്ധക്യമാകുമ്പോൾ നമുക്ക് മറ്റു കുറേ പരിമിതികളുണ്ടാകും. പലതരം വേദനകൾ, തലകറക്കം, കേൾവിക്ക് കുറവുണ്ടാകും, കാഴ്ചയ്ക്ക് കുറവുണ്ടാകും. അപ്പം അങ്ങനെയൊക്കെയുള്ള കാരണത്താൽ നമുക്ക് വ്യായാമം ചെയ്യാനുള്ള മാനസികാവസ്ഥ നഷ്ടപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ്. എങ്കിലും നമ്മുടെ ഉള്ളിൽ നിന്നും ഒരു വ്യക്തിയുടെ ഒരു അവെയറായിട്ടുള്ള, ഇൻഫോംഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ, ഒരു അവബോധമുള്ള ഒരു വ്യക്തിക്ക് അവർക്ക് അവരുടെ ക്ഷമതയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ശാരീരികമായ ക്ഷമത അനുവദിക്കുന്ന രീതിയിലുള്ള വ്യായാമം നിർബന്ധമാണ്. അത് പല നമ്മുടെ അസ്ഥികൾക്ക് ബലം കൂട്ടുവാനായിട്ട്, സന്ധികൾ കുറച്ചും കൂടെ ഒരു ആയാസം കിട്ടുവാനായിട്ട്, നമ്മുടെ മാനസികമായ അവസ്ഥയിലുള്ള ഡിപ്രഷൻ പോലുള്ള, വിഷാദം പോലെയുള്ള സംഗതികൾക്ക് കുറവുണ്ടാക്കാനായിട്ട്, അങ്ങനെ ഒത്തിരി വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മൈൻഡ് കിട്ടാനൊക്കെ ഈ വ്യായാമം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ യോഗ, മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണോ കടക്കേണ്ടത്? യോഗയും മെഡിറ്റേഷൻ നല്ലതാണ്. അത് നമ്മുടെ മാനസികമായിട്ടുള്ള ഒരു കോൺസെൻട്രേഷൻ, ഏകാഗ്രത കൂട്ടുന്നതോടൊപ്പം തന്നെ. പക്ഷേ നമ്മുടെ യോഗ കൊണ്ടും മെഡിറ്റേഷൻ കൊണ്ടും നമ്മുടെ മാംസപേശികൾക്കും അസ്ഥികൾക്കും സന്ധികൾക്കും ബലം കിട്ടുകയില്ല. അതുകൊണ്ട് അനുവദനീയമായ രീതിയിൽ എല്ലാ വ്യക്തികളും കുറച്ച് ശാരീരികമായിട്ടുള്ള വ്യായാമം, കുറച്ച് നടക്കുക, ഒരു ചെറുതായിട്ട് മിക്കവാറും എല്ലാവരുടെ വീട്ടിലും കുറച്ച് മുറ്റമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് നടക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറേ കൂടെയൊക്കെ നമുക്ക് ഒരു ശാരീരികവും മാനസികവുമായ ആരോഗ്യം സംരക്ഷിക്കാൻ സാധിക്കും. പക്ഷേ ഡോക്ടർ, നമ്മളിപ്പോൾ ഒരു വയസ്സ് കഴിഞ്ഞ, ഒരു 60 വയസ്സ് അല്ലെങ്കിൽ ഒരു 70 വയസ്സ് കഴിഞ്ഞാൽ പൊതുവേ എല്ലാത്തിനോടും മടുപ്പായിരിക്കുമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ കുറച്ചുകൂടി ആക്റ്റീവ് ആവാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അല്ല, മടുപ്പാകുക എന്ന് പറയുന്നത് നമ്മൾ ഈ വാർദ്ധക്യത്തോടുള്ള നമ്മുടെ വീക്ഷണത്തിൻ്റെ പ്രശ്നമാണത്. വാർദ്ധക്യം എന്ന് പറഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു, ഇനിയൊന്നും ബാക്കിയില്ല, ജീവിതത്തിൻ്റെ വസന്തകാലം എല്ലാം കഴിഞ്ഞു എന്നൊക്കെ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ മനസ്സിനകത്തേക്ക് ഒരുതരം ഈ ഒരു വ്യഥകളുടെ, ആരോ പറഞ്ഞിട്ടുണ്ട്, ഈ സ്വപ്നങ്ങളുടെ ഇടങ്ങൾ, ഈ വേദനകൾ അപഹരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാർദ്ധക്യമായി പ്രായമായി എന്നുള്ളതാണ്.
അപ്പോൾ നമുക്ക് ഒരു 75 വയസ്സായ ആളുടെ ശരീരത്തിൽ എല്ലാ അവയവങ്ങൾക്കും 75 കൊല്ലം പഴക്കമുണ്ടാകും. അപ്പോൾ വാർദ്ധക്യത്തെ നമ്മൾ എങ്ങനെ വീക്ഷിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ വാർദ്ധക്യം എന്ന് പറയുന്നത് സജീവമാക്കുവാനും അത് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടമായിട്ട് അതിനെ ഒരു പുനർവിചിന്തനം ചെയ്യുവാനും അങ്ങനെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ക്രിയാത്മകമായി ചെയ്യാനുള്ള കുറേ പ്രവൃത്തികൾ ചെയ്യാനൊക്കെ ഉള്ള ധാരാളം സ്വാതന്ത്ര്യങ്ങൾ കൂടി കിട്ടുന്നൊരു അവസ്ഥ കൂടിയാണ് വാർദ്ധക്യം. ഒരു മധ്യവയസ്കനോ ഒരു കൗമാരപ്രായക്കാരനോ കിട്ടാത്ത പല സ്വാതന്ത്ര്യങ്ങളും വാർദ്ധക്യത്തിലുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് വാർദ്ധക്യം നമുക്ക് തീർച്ചയായിട്ടും സജീവമാക്കാൻ സാധിക്കും. ആക്റ്റീവ് ഏജിങ് എന്ന് പറയുന്നത് വളരെ വലിയൊരു കൺസെപ്റ്റ് തന്നെയാണ്. അപ്പോൾ ഏത് തരത്തിലും നമുക്കത് ആക്റ്റീവ് ആക്കി കൊണ്ടുപോകാൻ പറ്റും? അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടത് ഒരു പോസിറ്റീവ് മൈൻഡ് എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, ഒരു അനുഗുണമായൊരു മാനസികാവസ്ഥ. അപ്പോൾ ഈ മനസ്സിനകത്ത് വ്യഥകളും വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഒഴിവാക്കാനുള്ള അതിലേറ്റവും പരമപ്രധാനം നേരത്തെ പറഞ്ഞ പോലെ ഒരു കാര്യം വളരെ ഈ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്ന് നേരത്തെ പറഞ്ഞു വ്യായാമം പറഞ്ഞു കഴിഞ്ഞു. വേറൊരു കാര്യം ഉറക്കമാണ്. വാർദ്ധക്യത്തിൽ പലപ്പോഴും ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് ഉറക്കക്കുറവാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത് പകൽ ഉറങ്ങുന്ന ആളുകളുണ്ടാവും, പിന്നെ ധാരാളം വേദനകളുണ്ടാവും, പലജാതി വേദനകൾ, പിന്നെ സംഘർഷങ്ങളുണ്ടാവും, ഡിപ്രഷനുണ്ട്. അതൊക്കെ ഈ ഉറക്കത്തെ അപഹരിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ നമുക്ക് ആ സന്ദർഭത്തിൽ ഉറക്കം കിട്ടുവാനായിട്ട് മരുന്നുകളുടെ സേവയില്ലാതെ പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഉദാഹരണമായിട്ട് രാത്രി ഭക്ഷണം നേരത്തെ കഴിക്കുക, രാത്രി ഭക്ഷണം വളരെ ലൈറ്റായി കഴിക്കുക, രാത്രിയുള്ള ഭക്ഷണത്തിൽ എരിവും പുളിയും കൊഴുപ്പൊക്കെ പരമാവധി കുറയ്ക്കുക, നോൺ വെജിറ്റേറിയൻ ഒഴിവാക്കുക, ഒരു 5 മണിക്ക് ശേഷം ഈ കാപ്പിയും ചായയും ഒഴിവാക്കുക. അതിന് പുറമെ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് സീരിയൽ കാണുമ്പോൾ അതിനകത്ത് മനസ്സിന് സംഘട്ടനങ്ങൾ ഉണ്ടാക്കുന്ന പലപ്പോഴും നമ്മുടെ ക്രൈം സ്റ്റോറിയൊക്കെ വരുന്ന 10:30 മണിക്കാണ്. അപ്പോൾ അതുകൊണ്ട് മനസ്സിന് വിഷമമുണ്ടാക്കുന്ന സീരിയലുകളും സിനിമകളും കാണാതിരിക്കുക. പിന്നെ പോസിറ്റീവ് ചിന്തയ്ക്ക് പറ്റിയ രീതിയിൽ എന്തെങ്കിലും നല്ല വായിക്കുക, അല്ലെങ്കിൽ കുറേ പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ചെറിയ ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുക, കുറച്ച് ഈ പഴം അല്പം പീസ് കഴിക്കുക. ഇതൊക്കെ നമുക്ക് ഉറക്കത്തിലേക്ക് പറ്റിയ നല്ല ഉറക്കം കിട്ടുവാൻ ആവശ്യമായ കുറേ കാര്യങ്ങളാണ്. അപ്പോൾ ഈ വേദനകൾ മാറ്റുവാനുള്ള എന്തെങ്കിലും സംവിധാനങ്ങളുണ്ട്. വേദനകളാണെങ്കിൽ ഉറക്കക്കുറവുണ്ടാക്കുന്ന പ്രശ്നത്തിന് കാരകമായിട്ടുള്ളത് വേദനകളാണെങ്കിൽ അതും കൂടെ മരുന്നുകളില്ലാതെ വേദനകൾ കുറയ്ക്കാനുള്ള ധാരാളം എക്സസൈസുകളൊക്കെ ഉണ്ട്, മാംസപേശികൾ സ്ട്രെങ്തൻ ചെയ്യുന്നത്. അങ്ങനെയൊക്കെ നമുക്ക് നല്ല ഉറക്കം കിട്ടും. ഡോക്ടർ ഒന്ന് ഇടപെടുകയാണ്. ഒരു കോള് വന്നിട്ടുണ്ട്. കണ്ണൂരിൽ നിന്ന് സുബൈർ എന്ന പ്രേക്ഷകനാണ് വിളിക്കുന്നത്. സുബൈർ, ഡോക്ടറോട് ചോദിച്ചോളൂ. മാഡം, ഡോക്ടർ നമസ്കാരം. പറയും. നമസ്കാരം. ഹലോ, ഞാന് കണ്ണൂർ എടക്കാട് സ്ഥലത്ത് വിളിക്കുന്നതാണ്. ഞാനിപ്പോ നിലവില് ചെറിയ ഷുഗർ പേഷ്യന്റ് ആണ്. പിന്നെ ചില സമയത്തൊക്കെ ഇരുണ്ടാഴ്ച നോക്കും 140, പിന്നെ 180 ഒക്കെ ആയിട്ടുള്ള അങ്ങനെ 2 ടൈമായിട്ടുള്ള അങ്ങനെ വരും. ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഡൈപ്രൈഡ് M5 1.5 കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിച്ച ഡോക്ടർ ഇപ്പൊ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ഒരു കാര്യത്തിന് വിളിക്കാം. അതായത് ധാരാളം വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ധാരാളം വെള്ളം കുടിക്കുമ്പോൾ ഞാനിപ്പോ 63 വയസ്സായി. അപ്പോ ഈ 63 വയസ്സ് ഉള്ള ചില ആൾക്കാരൊക്കെ പറഞ്ഞ് അധികം ഈ വയസ്സൊക്കെ കൂടിക്കഴിഞ്ഞാൽ വെള്ളം കുടിയിലവർക്ക് നിയന്ത്രണമൊക്കെ വേണമെന്നത്, പ്രത്യേകിച്ച് ഷുഗർ പേഷ്യന്റ് ആൾക്കാർ. അതിലെന്താണ് സത്യാവസ്ഥ? ഞാൻ രാവിലെ സാധാരണ അതിരാവിലെ ഒരു 2 ഗ്ലാസ്, ആദ്യം 4 ഗ്ലാസ്സായിരുന്നു കുടിച്ചോണ്ടിരുന്നത്. അപ്പൊ അത് 2 ഗ്ലാസ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പൊ അത് എങ്ങനെയാണെന്ന് ചോദിക്കാം. അതിൽ ശ്രദ്ധിക്കേണ്ട സുബൈർ, നിങ്ങൾ നമ്മുടെ വൃക്കകൾക്കും ശരീരത്തിൽ നിന്ന് വെള്ളത്തിൻ്റെ അംശം പുറത്തേക്ക് വിസർജിക്കുവാനുള്ള വൃക്കയുടെ കഴിവ് നഷ്ടപ്പെടാത്തിടത്തോളം കാലം നമുക്ക് അത്യാവശ്യം വെള്ളം കുടിച്ചേ പറ്റൂ. കാരണം പ്രത്യേകിച്ച് ഉഷ്ണകാലമാണ്, നിങ്ങൾക്കറിയാമല്ലോ. പിന്നെ പ്രായമാകുമ്പോഴൊരു വലിയ പ്രശ്നം, നമുക്ക് ദാഹം തോന്നുകയില്ല. നമുക്ക് വെള്ളത്തിൽ നിർജ്ജലീകരണം, ജലത്തിൻ്റെ അംശം ശരീരത്തിൽ കുറവാണെങ്കിൽ പോലും പലപ്പോഴും തലച്ചോറിലുള്ള ചില പ്രവർത്തനത്തിൻ്റെ ഉണ്ടാകുന്ന ചില മാന്ദ്യം കാരണം നമുക്ക് ദാഹം തോന്നിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഒരു മിനിമം 8 ഗ്ലാസ് വെള്ളം കുടിക്കുന്ന എല്ലാം കൂടെ നല്ലതാണ്. അത് നല്ലതാണ്. നമ്മുടെ മൂത്രാശയവും വൃക്കയുടെ പ്രവർത്തനമൊക്കെ കുറേ കൂടെ മെച്ചപ്പെടുത്താൻ നല്ലതാണ്. പക്ഷേ അറിയേണ്ട ഒരു കാര്യം, നമുക്ക് വൃക്കകൾക്ക് എന്തെങ്കിലും പ്രവർത്തന മാന്ദ്യമോ വൈകല്യമോ ഉണ്ടെങ്കിൽ നമ്മുടെ ഡോക്ടർ ചിലപ്പോൾ ഇത്ര ഗ്ലാസ് വെള്ളമേ കഴിക്കാൻ പാടുള്ളൂ എന്ന് പറയാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇല്ലാത്തിടത്തോളം കാലം മിനിമം 8 ഗ്ലാസ്, ഒരു 10 ഗ്ലാസ് വരെയൊക്കെ വെള്ളം കുടിക്കുന്നത് എല്ലാം കൊണ്ടും നല്ലതാണ്. അത് നിങ്ങളുടെ ഉണർവ് കൂട്ടുകയുള്ളൂ, ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷിയും ഊർജ്ജവും മലശോധനയൊക്കെ കൂട്ടുകയുള്ളൂ. ശരി, സുബൈറിന്റെ വ്യക്തമാണെന്ന് കരുതുന്നു. ഡോക്ടർ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ അദ്ദേഹം ഷുഗർ പേഷ്യന്റ് ആണെന്ന് പറഞ്ഞു. ഈ പ്രായം കൂടുന്നവർ നമുക്ക് ഇത്തരത്തിലുള്ള രോഗങ്ങൾ, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ അതുപോലെയുള്ള രോഗങ്ങൾ, മറ്റ് പല രോഗങ്ങളും വരാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിൽ രോഗികളായിട്ടുള്ള അല്ലെങ്കിൽ രോഗങ്ങളുള്ള ആളുകൾ എങ്ങനെയാണ് അവരുടെ ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? ഈ രോഗങ്ങൾ, വാർദ്ധക്യത്തിൽ രോഗങ്ങളില്ലാതിരിക്കില്ല. നേരത്തെ പറഞ്ഞല്ലോ, 75 വയസ്സാളുടെ വൃക്കകളും ഹൃദയവും മസ്തിഷ്കവും നാടിഞരമ്പുകളും തൊലിയും അസ്ഥിയൊക്കെ 75 പഴക്കമുണ്ടാകും. അപ്പം അസുഖത്തിന് മരുന്ന് നിർബന്ധമാണ്, മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണം.
അപ്പോൾ ആ മരുന്നുകൾ കഴിക്കുമ്പോൾ അവിടെ മരുന്നുകളെ കുറിച്ച് പറയുമ്പോൾ ഒന്നുകൊണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഈ പ്രായമുള്ള മുതിർന്ന ആളുകളുടെ എണ്ണം തോതുള്ളത്. അപ്പോൾ പക്ഷേ കേരളം ഒരു ജീവിതശൈലി രോഗങ്ങളുടെ തലസ്ഥാനമായതുകൊണ്ടുകൂടി കേരളത്തിലെ വയോജനങ്ങൾ മറ്റ് ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലെ വയോജനങ്ങളെക്കാൾ കൂടുതൽ അസുഖങ്ങൾ ഒരേ സമയം പേറുന്നവരാണ്. ഒരാൾക്ക് തന്നെ പ്രമേഹവും പ്രഷറും കൊളസ്ട്രോളും ഹൃദ്രോഗവും വൃക്കരോഗവും തേയ്മാന രോഗങ്ങളും എല്ലാം ഉണ്ടാവും. ശ്വാസകോശം വൈറസ് സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ മരുന്ന് കഴിക്കണം. പക്ഷേ അതിലേറ്റവും പരമപ്രധാനമായ ഒരു കാര്യം ഓരോ പ്രായപ്പെട്ട മുതിർന്ന വ്യക്തിയും അവർക്ക് എന്തെല്ലാം അസുഖങ്ങളുണ്ട്, ആ അസുഖങ്ങൾക്ക് എന്തൊക്കെ മരുന്നുകൾ കഴിക്കേണ്ടതുണ്ട്, ഈ മരുന്നുകൾക്കുണ്ടാകാവുന്ന പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഏകദേശം ഒരു ധാരണ ഉണ്ടായിരിക്കണം. ചില മരുന്നുകൾ ഭക്ഷണത്തിന് മുമ്പ് കഴിക്കേണ്ടതുണ്ട്, ഭക്ഷണം ശേഷം കഴിക്കേണ്ടതുണ്ട്. പ്രമേഹത്തിൻ്റെ മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ ഇത്ര സമയം കൊണ്ട് ഭക്ഷണം കഴിച്ചിരിക്കണം എന്നൊക്കെ പല നിർബന്ധങ്ങളുണ്ട്. അപ്പോൾ ആ നിബന്ധനകളൊക്കെ രോഗി അറിഞ്ഞിരുന്നാൽ, ഒരു പരിധിവരെ അറിഞ്ഞിരുന്നാൽ തീർച്ചയായും ഒരു പ്രശ്ന സങ്കീർണതകളില്ലാത്ത ഒരു രോഗചികിത്സാ കാലവും ഈ വാർദ്ധക്യത്തിന് ലഭിക്കുന്നതാണ്. അപ്പം ഏറ്റവും അടിസ്ഥാനപരമായ ഒരു അവബോധം, ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ ഓരോ വ്യക്തിയും സ്വയം നേടിയിരിക്കണം. ഇനി അഥവാ അങ്ങനെ സ്വയം നേടാൻ സാധിക്കാത്ത രോഗിയാണെങ്കിൽ അവരുടെ കെയർ ഗീവേഴ്സ്, അവരുടെ പരിചാരകരുണ്ടല്ലോ, അത് മറ്റേ മകളാകാം, മരുമകളാകാം, മകനാകാം, അല്ലെങ്കിൽ ഹോം നേഴ്സാകാം, പരിചാരകർക്കും ഈ വ്യക്തിക്ക് എന്തെല്ലാം അസുഖങ്ങളുണ്ട്, എന്തൊക്കെ മരുന്നുകളുണ്ട്, അവയ്ക്ക് എന്തൊക്കെ സൈഡ് ഇഫക്റ്റ് ഉണ്ടാകാം, എന്തെല്ലാം ഡ്രഗ് ഇൻട്രാക്ഷൻസ് ഉണ്ടാകാം എന്നൊക്കെയുള്ള അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് പറയും, ADR, അതൊക്കെ അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഈ എല്ലാ അസുഖങ്ങളും പല രോഗങ്ങളും നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാൻ സാധ്യമല്ല. പ്രമേഹവും പ്രഷർ കൊളസ്ട്രോളും നിർമ്മാർജ്ജനം ചെയ്യാൻ സാധ്യമല്ല, നിയന്ത്രിക്കാൻ സാധിക്കും. അപ്പോൾ സാധ്യമായിടത്തോളം തോതിൽ ഈ എല്ലാ അസുഖങ്ങളും നിയന്ത്രിക്കുകയും അതോടൊപ്പം നമുക്ക് അത്യാവശ്യം വ്യായാമവും അത്യാവശ്യം ഒരു അനുഗുണമായ പോസിറ്റീവ് മൈൻഡും കുറച്ച് ഒരു പോസിറ്റീവ് ചിന്താഗതിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ, കുറേ ഹോബീസൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും വാർദ്ധക്യം വളരെയധികം സജീവമാകാം. വാർദ്ധക്യം വളരെ പ്രസന്നതയോടുകൂടി നമുക്ക് അനുഭവിച്ചു തീർക്കാൻ സാധിക്കും. ഡോക്ടർ, അതുപോലെ തന്നെ ഇത്തരത്തിൽ വാർദ്ധക്യത്തിലേക്ക് കടന്ന വ്യക്തികൾക്ക് ചുറ്റുമുള്ള ആളുകൾ, അവരുടെ അപ്രോച്ച് കൂടി ഈ ആളുകളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും അത് വളരെ നല്ലൊരു ചോദ്യമാണ്. പ്രത്യേകിച്ച് കേരളത്തിലൊരു വിഷയം എന്ന് പറയുന്നത് അറിയാമല്ലോ, കേരളം അണുകുടുംബ വ്യവസ്ഥിതി നിലനിൽക്കുന്നൊരു സമൂഹമാണ്. മാത്രമല്ല ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് കാണുന്ന ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് പല വീടുകളിലും, കേരളത്തിലെ പല വീടുകൾ, കേരളത്തിൽ മിക്കവാറും ശരാശരിക്കും അതിന് മുകളിലുള്ള പല വീടുകളും വലിയ വീടുകളാണ്. 4000-5000 സ്ക്വയർ ഫീറ്റാണ്. അവിടെ ആകെ ഉള്ളത് 2 പ്രായമുള്ള ആളുകളാണ്. കാരണം ചെറുപ്പക്കാരൊക്കെ നാട് വിട്ടു പോവുകയാണ്. വിദ്യാഭ്യാസമുള്ള വിദ്യ നേടിയ ആളുകളൊക്കെ ജോലിക്കായിട്ട് പല രാജ്യങ്ങളിലേക്ക് പോവുകയാണ്, പല 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 കോണ്ടിനൻസിലേക്കാണ് പോകുന്നത്, ഭൂഖണ്ഡങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ചുറ്റുപാടും പലരും ഇല്ല എന്നുള്ളതാണ്. ഈ പിന്നെയും കുറച്ചും കൂടെ നാട്ടുമ്പുറത്തുള്ള ദരിദ്ര കുടുംബങ്ങളിലാണ് കുറേ കൂടെ പ്രായമുള്ള ആളുകൾക്ക് ചുറ്റും മക്കളും പേരക്കുട്ടികളൊക്കെ ആയിട്ടുള്ളത്. അപ്പം ഒരു പ്രായമുള്ള ഒരു മുതിർന്ന പൗരന് ചുറ്റും നിൽക്കുന്ന ആളുകൾ, അവർ കുടുംബ അംഗങ്ങളായാലും ഒരു കെയർ ഗീവേഴ്സ് ആയാലും ശരി, അവർ ഈ ഒരു പ്രായമുള്ള വ്യക്തിയെ എങ്ങനെ ഉൾക്കൊള്ളണം, എങ്ങനെ അദ്ദേഹത്തെ കുറേ കൂടെ സന്തുഷ്ടകരമായി ജീവിക്കാൻ, ശിഷ്ടജീവിതം അഭിനയിച്ചു തീർക്കുവാൻ, അതിന് അദ്ദേഹത്തിനെ പ്രാപ്തനാക്കാൻ വേണ്ടി കുറേ നടപടികൾ സ്വീകരിക്കണം. ചിലപ്പോൾ ക്ഷമ വേണ്ടി വരും, വലിയ ജീവിതത്തിൽ ക്ഷമ വേണ്ടി വരും. പ്രത്യേകിച്ച് ഒരു മറവി രോഗമൊക്കെ ഉള്ള ഒരു രോഗിയെ ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ക്ഷമ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. പിന്നെ ഈ മറവില്ലാത്ത ആളാണെങ്കിൽ തന്നെ പ്രായമാകുമ്പോൾ പലപ്പോഴും നമ്മുടെ ക്ഷമ കുറയും, അസഹിഷ്ണുതയുണ്ട്, പെട്ടെന്ന് ദേഷ്യം പിടിക്കും, അപ്പോൾ എൻഡ്യൂറൻസ് കുറയും. അപ്പം അങ്ങനെ വരുമ്പോൾ അത് രണ്ട് ഭാഗത്തും ഈ ചില മാറ്റങ്ങൾ വരുത്തേണ്ടത് ആവശ്യമാണ്. അപ്പം പ്രായമുള്ള ആളുകൾ ഈ വീട്ടിലുള്ള മറ്റംഗങ്ങളുമായിട്ട്, വിശിഷ്ട ചെറുപ്പക്കാരായും കുട്ടികളുമായിട്ടൊക്കെ ഇടപഴകുമ്പോൾ കുറേ കൂടെ ഒരു സഹനവും ഒരു ക്ഷമയൊക്കെ കാണിക്കാൻ മനസ്സുകൊണ്ട് തന്നെ ഒരു നടപടി സ്വീകരിക്കുന്നത് നന്നായിരിക്കും. അപ്പുറത്ത് തിരിച്ച് മറ്റ് കെയർ ഗീവേഴ്സിന് ബാക്കിയുള്ള കുടുംബാംഗങ്ങളും ഈ വ്യക്തിയെ ഒരു പ്രായമുള്ള ആളെന്ന നിലക്ക് അദ്ദേഹം അർഹിക്കുന്ന രീതിയിലുള്ള ബഹുമാനവും ഒരു പരിഗണനയും അദ്ദേഹത്തിൻ്റെ ഓട്ടോണോമി, സ്വയം നിർണ്ണയിക്കാനുള്ള അവകാശം കവരാത്ത രീതിയിൽ അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ ഈ അഭിപ്രായങ്ങൾക്കും ഒരു പരമാവധി മുൻഗണന കൊടുത്തുകൊണ്ടും കണക്കിലെടുത്തുകൊണ്ടുമുള്ള ഒരു നടപടി, ഒരു സമീപനം സ്വീകരിക്കുന്നത് തീർച്ചയായും ആ കുടുംബത്തിലും കുറച്ചും കൂടെ മെച്ചപ്പെട്ടൊരവസ്ഥ ഉണ്ടാവും. വാർദ്ധക്യവും ജീവിതചര്യകളും എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. കോഴിക്കോട് ലേക്ഷോർ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ഡോക്ടർ TP മെഹ്റൂഫ് രാജാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഡോക്ടർ, നേരത്തെ നമ്മൾ ഈ ചികിത്സാ രീതികൾ അതുപോലെ തന്നെ മരുന്നുകളെ കുറിച്ചൊക്കെ പറയുകയുണ്ടായി. ഇപ്പോൾ നമ്മൾ പൊതുവേ കണ്ടുവരുന്നതാണ്, ഒരുപാട് ഡോക്ടേഴ്സിനെ കാണുക, അതുപോലെ തന്നെ നമുക്ക് തോന്നുന്നത് പോലെ മരുന്ന് കഴിക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പൊതുവെ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. ഇതൊക്കെ നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്? തീർച്ചയായും അതും വളരെ നല്ലൊരു ചോദ്യമാണ്. ഈ പ്രായമാകുമ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ധാരാളം രോഗങ്ങളുണ്ടാകും, എല്ലാ അവയവസ്ഥകൾക്കും രോഗമുണ്ടാകും. അപ്പം ധാരാളം ഡോക്ടർമാരെ കാണുവാനുള്ള ഒരു പ്രവണതയുണ്ടാകും. വാർദ്ധക്യം തീർച്ചയായിട്ടും വാർദ്ധക്യ കാലത്തെ രോഗചികിത്സ എന്ന് പറയുന്നത് ഒരു സ്റ്റാർ ഹോസ്പിറ്റലിലേക്ക്, ഒരു ടെർഷ്യറി
ടെർഷ്യറി ഹെൽത്ത് കെയറിലോ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുകയും അവിടെ പോയി വിസിറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സംവിധാനമല്ല ഉദ്ദേശിക്കുന്നത്. സത്യത്തിൽ നമുക്ക് പല രോഗങ്ങളും നിയന്ത്രിക്കാനേ പറ്റുള്ളൂ. അപ്പം വാർദ്ധക്യകാല ചികിത്സയെക്കുറിച്ച്, അതായത് ജീറിയാട്രിക്സ് എന്നതിന് പറയാം, അപ്പം അതിൻ്റെ സാങ്കേതിക പദം ജീറിയാട്രിക് മെഡിസിനിൽ ഒരു ശിക്ഷണം ലഭിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഫാമിലി മെഡിസിനിൽ ശിക്ഷണം ലഭിച്ചിട്ടുള്ള, ജീറിയാട്രിക് കെയറിനോട് ഒരു ആഭിമുഖ്യമുള്ള ഒരു ഡോക്ടർ ആ ചികിത്സയുടെ ഒരു കേന്ദ്ര കഥാപാത്രമായി മാറേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഈ ഡോക്ടർ ഷോപ്പിംഗ് എന്ന് പറഞ്ഞ വേറെ സംവിധാനമുണ്ട്, അത് വേറൊരു സങ്കല്പമുണ്ട്. അതായത് ഒരു ഡോക്ടറെ കാണിക്കുക, അത് കഴിഞ്ഞ് ഉടനെ വേറെ ഡോക്ടറെ കാണിക്കുക, അത് കഴിഞ്ഞ് നമ്മൾ ഷോപ്പിൽ കടകളിങ്ങനെ മാറി മാറി കയറുന്ന പോലെ അങ്ങാടിയിൽ പോയി കഴിഞ്ഞാൽ അത് അങ്ങേയറ്റം അപകടകരമാണ്. അപ്പോൾ ഒരു ഡോക്ടറെ മാത്രം സ്ഥിരമായിട്ട് കാണുകയും, അല്ലെങ്കിൽ ഒരു ചെറിയ ഏതാനും കുറച്ച് ഡോക്ടർമാരെ മാത്രം സ്ഥിരമായിട്ട് കാണുകയും ചെയ്യുമ്പോൾ ഇവരുടെ പക്ഷത്ത് കയ്യിൽ ഈ രോഗിയുടെ എല്ലാവിധ അറിവുകളും ഈ ഡാറ്റയും ഉണ്ടാകും. എന്തൊക്കെ രോഗമുണ്ട്, അദ്ദേഹത്തിന് എന്തൊക്കെ അലർജിയുണ്ട്, അദ്ദേഹത്തിൻ്റെ കുടുംബ സാമ്പത്തിക സാമൂഹിക വിദ്യാഭ്യാസ സാംസ്കാരിക പശ്ചാത്തലം എന്താണ്, ഇതൊക്കെ വളരെയധികം പ്രധാനപ്പെട്ടതാണ് ഒരു പ്രായമായ ആളുകൾ ചികിത്സിക്കുന്ന കാര്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഡോക്ടറെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ടുള്ള ചികിത്സാ രീതി അനുവർത്തിക്കുന്നതാണ് നല്ലത്. അയാളിലൂടെ മാത്രമേ ഈ രോഗി ഒരു സ്പെഷ്യലിസ്റ്റുകളെയോ ഒരു സൂപ്പർ സ്പെഷ്യലിസ്റ്റുകളെയോ കാണാൻ പോകാൻ പാടുള്ളൂ. അങ്ങനെ അതിനുശേഷം ഓരോ പ്രാവശ്യം സ്പെഷ്യലിസ്റ്റ് കൺസൾട്ടേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ പറയുന്ന ആങ്കറിംഗ് ഡോക്ടർ ആ സ്പെഷ്യലിസ്റ്റുമായി ഡിസ്കസ് ചെയ്തിട്ട് ഇദ്ദേഹത്തിൻ്റെ എക്സിസ്റ്റിംഗ് മരുന്ന് ലിസ്റ്റ് ഉണ്ടല്ലോ, ഈ പ്രിസ്ക്രിപ്ഷൻ ലിസ്റ്റ്, അത് റിവൈസ് ചെയ്യേണ്ടി വരും, റീഡിസൈൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന് ഡ്രഗ് ഇൻട്രാക്ഷൻ ഉണ്ടാകുവാൻ, ഈ പാർശ്വഫലം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറയുമെന്നുള്ളതാണ്. അപ്പോൾ ഡോക്ടർ ഷോപ്പിംഗ് തീരെ പാടില്ല. മറ്റൊരു കാര്യം, പലപ്പോഴും ഈ പ്രായമാകുമ്പോൾ വേദനകൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, അസഹ്യമായ സംഗതിയാണ്. അപ്പോൾ നേരത്തെ ആരെങ്കിലും എഴുതി കൊടുത്ത ഒരു വേദന സംഹാരി ഗുളിക കുടുംബക്കാരോ ആരും അറിയാതെ ഡോക്ടറുടെ സമ്മതമില്ലാതെ നേരിട്ട് പോയി മരുന്ന് ഷാപ്പ് പോയി വാങ്ങിക്കും. നടക്കാൻ പറ്റാത്ത ആളാണെങ്കിൽ അടുത്തുള്ള വീട്ടിൽ നിന്ന് കുട്ടികളെ ആരും വിളിച്ചുകൊണ്ട് പോയിട്ട് വാങ്ങിക്കും. അങ്ങനെ ഈ വേദന സംഹാരി ഗുളികളൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്നത് വളരെയധികം ദുരന്തമുണ്ടാക്കും. ഈ ഇംഗ്ലീഷ് മരുന്നുകളെല്ലാം തന്നെ ഒരു കെമിക്കൽസ് കൂടിയാണല്ലോ. പലപ്പോഴും അത് അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ വൃക്കകൾക്കും കരളിനും ഒക്കെ വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പം അത് ഓവർ ദി കൗണ്ടർ, OTC എന്ന് പറയാം, ഓവർ ദി കൗണ്ടർ നേരിട്ട് പോയിട്ട് മരുന്ന് ഷാപ്പിൽ നിന്ന് മരുന്നുമായി കഴിക്കുന്നത് അത് പാടില്ല. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വ്യത്യസ്ത ചികിത്സാ ശാഖകൾ അതുമായി ബന്ധപ്പെട്ട വിദഗ്ധന്മാരുടെ അഭിപ്രായം ഇല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം മിക്സ് ചെയ്യരുത്. കുറേ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുമ്പോൾ കുറേ ആയുർവേദം കഴിക്കുക, കുറേ യുനാനി കഴിക്കുക, കുറേ ഹോമിയോ കഴിക്കുക, അത് അപകടകരമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ശാസ്ത്രീയമായ രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടർ കേന്ദ്രീകൃതമായ ഒരു ചികിത്സാ പദ്ധതിയുടെ ഭാഗമാകാൻ ഓരോ മുതിർന്ന പൗരനും തീരുമാനിക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ വലിയ അളവോളം കുറയ്ക്കാൻ സാധിക്കും. ഡോക്ടർ, നമ്മൾ ഒരു കോൾ കൂടെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കട്ടായി പോയി. അദ്ദേഹം ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ, പ്രായമാകുമ്പോൾ ഉള്ള ആളുകളുടെ വ്യായാമത്തെക്കുറിച്ചാണ് അദ്ദേഹം ചോദിച്ചത്. കൂടുതൽ നടക്കുന്നതൊക്കെ പ്രശ്നമാണെന്ന് ആളുകൾ പറയാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പ്രായമാകും തോറും നടക്കാൻ പാടില്ല? ഇല്ല, അങ്ങനെയല്ല. പ്രായമാകുമ്പോൾ നടക്കുകയാണ് വേണ്ടത്. മറ്റ് ഈ നടത്തത്തിന് നടന്നു കഴിഞ്ഞാൽ പ്രശ്നം സങ്കീർണമാകാൻ സാധ്യതയുള്ള എന്തെങ്കിലും ആന്തരികമായ അസുഖം ഇല്ലാത്തിടത്തോളം കാലം, ഹൃദ്രോഗമൊക്കെ ഉള്ള ആളാണെങ്കിൽ, ഹാർട്ട് ഫെയിലിയറൊക്കെ ഉള്ള ആളാണെങ്കിൽ അധികം നടക്കാൻ പാടില്ല എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അല്ലാത്തിടത്തോളം കാലം നമ്മുടെ മാംസപേശികൾ ഉറക്കുവാനും നമ്മുടെ എല്ലുകൾക്ക് ബലമുണ്ടാക്കുവാനും സന്ധികൾ ലൂസാക്കാനും ഫ്ലെക്സിബിൾ ആകാനും വേണ്ടി നടത്തം വളരെ നല്ലൊരു എക്സസൈസാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ മുട്ട് തേയ്മാനവും നടുവേദനയൊക്കെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ ഈ കുണ്ടും കുഴിയുള്ള സ്ഥലത്ത് കൂടെയും ഈ കയറ്റിറക്കങ്ങളുള്ള സ്ഥലം കൂടെ പ്രതലങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്ത് കൂടെ നടക്കുന്നത് തീർച്ചയായും വളരെ നല്ലൊരു എക്സസൈസാണ്. ഡോക്ടർ, അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, നമുക്കറിയാം ഇന്ന് സോഷ്യൽ മീഡിയ എത്രയും പുരോഗമിച്ചു കഴിഞ്ഞു. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ പ്രായമായിട്ടുള്ള ആൾക്കാരാണ് ഇതൊക്കെ കൂടുതലും യൂസ് ചെയ്യുന്നതും. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കുകയാണെങ്കിൽ റീൽസിലൊക്കെ കൂടുതലും വരുന്ന ഇത്തരത്തിൽ പ്രായമായിട്ടുള്ള ആളുകളുടെ കാര്യങ്ങൾ തന്നെയാണ്. ഇത്തരത്തിൽ റിട്ടയർമെൻറ്റ് ലൈഫ് ആഘോഷിക്കുക എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിലേക്ക് കടന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഇവരെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നം, അഡിക്റ്റഡ് ആവും, നമ്മൾ പറയാറുണ്ടല്ലോ കുട്ടികളൊക്കെ അഡിക്റ്റഡ് ആയി പോവാന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം? തീർച്ചയായും അതും നല്ലൊരു ചോദ്യമാണ്. ഈ സോഷ്യൽ മീഡിയ നമുക്ക് നന്നായി ഉപയോഗിക്കാം, ഇരുതലം കുറിച്ചുള്ള ഒരു വാളാണത്. പക്ഷേ എങ്കിലും നമ്മൾ അത് ഉപയോഗിക്കുന്ന ആൾ ഒരു ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അതുകൊണ്ട് പല ഉപകാരങ്ങളുണ്ടാകും. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് പലപ്പോഴും മികച്ച പോസിറ്റീവ് ടോക്കുകൾ കിട്ടും. ചിലപ്പോൾ പോസിറ്റീവ് ടോക്ക് എങ്ങനെയാണ് നിങ്ങൾ ഏകാന്തത ഒഴിവാക്കുക, ജീവിതത്തിൽ വിരസത എങ്ങനെ ഒഴിവാക്കാം, അങ്ങനെയുള്ള പോസിറ്റീവ് ടോക്ക് ഒക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഓഡിയോ റീഡിങ് പറ്റും. ഇപ്പോൾ
ഇപ്പോൾ കാഴ്ച ഇല്ലാത്ത ആളുകളുണ്ടല്ലോ, കാഴ്ചക്ക് ബുദ്ധിമുട്ടുള്ള ആളുകൾ, വായിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ, വായന നല്ലൊരു ഒരു 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 മറ്റേ ഹോബിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ അറിവും അവയർനെസ് കൂട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ഇപ്പോൾ പലപ്പോഴും ഓഡിയോ റീഡിങ്ങിന് സൗകര്യങ്ങളുണ്ട്. പിന്നെ അതിന് പുറമെ തന്നെ നമ്മൾ മൊബൈൽ ഫോൺ വഴി പറയുമ്പോൾ നമ്മൾ ഇലക്ട്രോണിക്കലി കണക്റ്റഡ് ആവുക. അപ്പോൾ നമുക്ക് നടക്കാൻ ഇപ്പോൾ ഒരു ചലനശേഷി കുറഞ്ഞ ആളാണെങ്കിൽ, ഒരു സ്ട്രോക്കൊക്കെ വന്ന ആളാണെങ്കിൽ, നമുക്ക് എപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത്, പ്രത്യേകിച്ചും വീട്ടിൽ മക്കളും പേരക്കുട്ടികളൊന്നും ഇല്ലെങ്കിൽ ഈ ഏകാന്തത ഒഴിവാക്കുവാനായിട്ട് നമുക്ക് ധാരാളം നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടും ബന്ധുക്കളുമായിട്ടും ഈ ഫോണിൽ സംസാരിക്കാമല്ലോ. അപ്പോൾ ആ രീതിയിൽ മൊബൈലിനൊക്കെ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാവുന്നതാണ് തീർച്ചയായിട്ടും. നല്ല പാട്ട് കേൾക്കാൻ വേണ്ടി, വാർദ്ധക്യത്തിൽ മാനസികമായ ഈ ഒരു ലാഘവത്വത്തിന് വേണ്ടി, ഒരു റിക്രിയേഷന് വേണ്ടി ഈ മെഡിറ്റേഷൻ പോലെയുള്ള സംഗതികളൊക്കെ അതിനേക്കാൾ കൂടുതൽ നമുക്ക് പ്രയോജനപ്രദമാണ് നല്ല ഈ സൂത്തിങ് മ്യൂസിക് കേൾക്കുക എന്നുള്ളത്. അതൊക്കെ നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം. യൂട്യൂബിലൊക്കെ നല്ല നല്ല പാട്ടുകളുണ്ടാവും. പഴയ കാലത്ത് നമ്മളൊക്കെ ഈ പറയുന്ന മുതിർന്ന പൗരൻ ചെറുപ്പക്കാരനായി അദ്ദേഹം അല്പം റൊമാൻസൊക്കെ നടന്നിരുന്ന കാലഘട്ടത്തിൽ കേട്ട പാട്ടുകളുണ്ട്, യേശുദാസിൻ്റെയും മറ്റേ മുഹമ്മദ് റഫി സാഹിബിൻ്റെയും ജാനകിയമ്മയുടെ ഒക്കെ. അത് കേൾക്കുമ്പോൾ തന്നെ തീർച്ചയായും മനസ്സിനകത്ത് എവിടെയൊക്കെയോ ചില നനുത്ത ഒരു കുളിർമഴ പെയ്യല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് വേണം നമ്മൾ അതായത് ചുരുക്കത്രയേ ഉള്ളൂ, ഈ നെഗറ്റിവിറ്റി മനസ്സിലേക്ക് ആവാഹിച്ചു കൊണ്ടുവരുന്ന ഈ യൂട്യൂബുകൾ, ക്ലിപ്സ്, അതുപോലെയുള്ള ചിത്രങ്ങൾ, അതുപോലെയുള്ള സംഗതികളൊക്കെ പരമാവധി ഒഴിവാക്കുക. മനസ്സിനകത്ത് സന്തോഷവും സമാധാനവും ഒരുതരം ഒരു വിനോദവും കൊണ്ടുവരുന്ന രീതിയിലുള്ള ഈ ക്ലിപ്സൊക്കെ നമുക്ക് തീർച്ചയായിട്ടും മെസ്സേജ് മാനസികാരോഗ്യത്തിന് വളരെ നല്ലതല്ല. മാനസികാരോഗ്യം ഈ പ്രായമായ പോകുന്ന സന്ദർഭത്തിൽ തീർച്ചയായും മനസ്സിനകത്തേക്ക് ഈ നിഷേധഭാവങ്ങൾ കയറാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം അങ്ങനെയുള്ള ഘടകങ്ങളാണല്ലോ ഏകാന്തതയും വിരസതയും അസുഖങ്ങളും വേദനകളും ഒക്കെ. അപ്പോൾ നമ്മൾ മനഃപൂർവ്വം തന്നെ മനസ്സിൻ്റെ അകത്തുനിന്ന് തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു എഫർട്ട് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണ് ഈ നെഗറ്റിവിറ്റിയെ വാർഡ് ഓഫ് ചെയ്യുവാൻ, ഷേവ് ഓഫ് ചെയ്യുവാൻ, അതിനെ പ്രതിരോധിക്കുവാൻ ഉള്ള അത് നമ്മൾ മനഃപൂർവ്വം തന്നെ ശ്രദ്ധിക്കണം. ഇനി അതിന് സാധിക്കാത്ത ആളുകൾക്ക് അവരുടെ കൂടെയുള്ള പരിചാരകർ, കെയർ ഗീവേഴ്സ് അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. ഒരു കോളൂടെ വന്നിട്ടുണ്ട് ഡോക്ടർ. പാലക്കാട് നിന്ന് വത്സല എന്ന പ്രേക്ഷകയാണ് വിളിക്കുന്നത്. വത്സല, ഡോക്ടറോട് ചോദിച്ചോളൂ. ഓക്കെ ഡോക്ടറെ, എനിക്ക് 62 വയസ്സായി. എനിക്ക് ഷുഗർ ഉണ്ട്, പ്രഷർ ഇല്ല. ഞാൻ ഒരു അലോപ്പതി ഡോക്ടറെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ രാവിലെ ഒരു ഗുളിക, വൈകുന്നേരം ഒരു ഗുളിക കഴിക്കുന്നത് ഷുഗറിനുള്ളത്. എനിക്ക് കുറെ ഇപ്പൊ ഈ ഒരു മഴക്കാലത്ത് സമയത്ത് എന്റെ ഒരു ഭാഗം മുഴുവൻ ഭയങ്കര തരിപ്പായിരുന്നു. കാലിന്റെ ചെറിയ വിരൽ തൊട്ട് ഉച്ചി വരെ ഇങ്ങനെ ഒരു തരിപ്പ്. രാത്രി കിടക്കുമ്പോഴാണ് അത് കൂടുതൽ അനുഭവപ്പെടുന്നത്. അപ്പൊ ഞാൻ ഷുഗറിന് കാണിക്കുന്ന ഡോക്ടറെ അടുത്ത് തന്നെ കൺസൾട്ട് ചെയ്തു. അപ്പൊ ഡോക്ടർ ഒരു മരുന്നും ഒരു ക്രീമും ഒക്കെ തേക്കാൻ പറഞ്ഞ് തേച്ചു. ഞാൻ 1 മാസത്തോളം ആ ട്രീറ്റ്മെന്റ് തുടർന്നു. പക്ഷെ എനിക്ക് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ ആയുർവേദം നോക്കിയപ്പം എനിക്ക് നല്ല കുറവായിരുന്നു. ഇപ്പൊ എനിക്ക് അങ്ങനെ വരാറുണ്ട്, പക്ഷെ വലുതായിട്ട് വരാറില്ല. അപ്പൊ ഞാൻ 2 മരുന്നും കൂടെ നോക്കാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചത് അതുകൊണ്ട് ദോഷമുണ്ടോ? അത് നിങ്ങൾ ഈ 2 ഡോക്ടർമാർ പരസ്പരം അറിഞ്ഞിരിക്കണം നിങ്ങൾ മറ്റൊരു ശാസ്ത്രം സ്വീകരിക്കുന്നുണ്ടെന്നുള്ളത്. ഇപ്പം നിങ്ങളെ ചികിത്സിക്കുന്ന ഇംഗ്ലീഷ് ഡോക്ടറാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം അറിഞ്ഞിരിക്കണം നിങ്ങൾ ആയുർവേദ ഡോക്ടറെ സമീപിക്കുന്നുണ്ട്, അദ്ദേഹം ഈ ചില മരുന്നുകൾ തരുന്നുണ്ടെന്നുള്ളത്. ആയുർവേദ ഡോക്ടർ അറിഞ്ഞിരിക്കണം ഇവർ ഇംഗ്ലീഷ് മരുന്ന് ഉപയോഗിക്കണമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് 2 പേരോടും കൂടെ പരസ്പരം ഡിസ്കസ് ചെയ്യുകയും അവർ തമ്മിൽ ചർച്ച ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പരസ്പരമുള്ള മരുന്നുകളുടെ ഇൻട്രാക്ഷൻ ഒഴിവാക്കുവാനുള്ള ചില നടപടികൾ, അവർക്ക് ചില ജാഗ്രതകൾ, മുൻകരുതലെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. അതല്ലാതെ അവർ 2 പേരും 2 വ്യത്യസ്ത കമ്പാർട്ട്മെൻറ്റിലായിട്ട് പരസ്പരം ബന്ധപ്പെടാതിരിക്കുകയാണെന്ന് തീർച്ചയായും ചിലപ്പോൾ അപൂർവമായിട്ട് എന്തെങ്കിലും മരുന്നിൻ്റെ ഇൻട്രാക്ഷൻസോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല. ഏത് മരുന്ന് കൊണ്ടാണ്, ഏത് ശാസ്ത്രം കൊണ്ടാണ് വന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തീർച്ചയായും ഈ 2 ശാസ്ത്രം തമ്മിൽ കൂട്ടി ചേർക്കുമ്പോൾ, മിക്സ് ചെയ്യുമ്പോൾ അത് 2 ഡോക്ടർമാരും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നന്നാവുക. ഞാൻ 2 ഡോക്ടർമാരോടും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ്. ഞാൻ ശരി, വത്സലയാണ് പാലക്കാട് എന്ന് വിളിച്ചത്. ആലുവയിൽ നിന്ന് ബിനു എന്ന ഒരു പ്രേക്ഷകൻ കൂടി വിളിക്കുന്നുണ്ട്. ബിനു, ഡോക്ടറോട് ചോദിച്ചോളൂ. ബിനു, ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കാമോ? അത് ഫോണ് കട്ടായി പോയെന്ന് തോന്നുന്നു ഡോക്ടർ. മറ്റൊരു കാര്യം ഡോക്ടർ, ഈ വാർദ്ധക്യം എന്നുള്ള ആ ഒരു വാക്ക് കേട്ടപ്പോൾ തോന്നിയതാണ്. ഈ വാർദ്ധക്യത്തിനെ നമ്മൾ 3ആയി തരംതിരിക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതൊക്കെ ഉള്ളതാണോ? നമ്മൾ പ്രായം അനുസരിച്ചിട്ടാണോ അങ്ങനെയൊക്കെ പറയുന്നത്? തീർച്ചയായും അതിൽ ഈ വാർദ്ധക്യ പ്രായം അനുസരിച്ച് നമുക്ക് 3 ഭാഗങ്ങളായി മാറ്റാം. ഒന്ന് യങ് ഓൾഡ്,
അതായത് 60 മുതൽ 70 വയസ്സ് വരെയുള്ള ആളുകൾ. 70 മുതൽ 80 വയസ്സ് വരെയുള്ളതാണ് ഈ മിഡിൽ ഓൾഡാണ്. 80-ന് മുകളിലൊക്കെ ഓൾഡാണ്. അപ്പോൾ ഈ ഓൾഡ് ആളുകൾ നല്ലൊരു ശതമാനം കിടപ്പിലായി കാണും. അവർക്ക് കുറേ പരിമിതികളൊക്കെ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ഈ മറ്റ് പ്രജ്ഞാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, സ്മൃതിനാശമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ അബൌവ് 80, 1 in 3 മൂന്നിലൊരാൾക്ക് ഈ മറവി രോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ്. 60-ന് മുകളിലാണെങ്കിൽ 10-ലൊരാൾക്ക് അതിനുള്ള സാധ്യതകളുള്ളൂ. അപ്പോൾ ഇതിൽ ഏറ്റവും പരമപ്രധാനമായി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു വിഭാഗം ഈ 60 മുതൽ 70 വരെയുള്ള ആളുകളാണ്. അവരൊക്കെ അവരുടെ ക്രിയേറ്റിവിറ്റിയും അവരുടെ ചിന്താശേഷിയും ഒക്കെ തന്നെ ഒരു വലിയൊരളവോളം നിലനിർത്തുന്നവരായിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ ഈ വാർദ്ധക്യത്തെക്കുറിച്ച് ട്രെയിനിങ് കൊടുക്കുകയാണെന്ന് തീർച്ചയായും ആ ആളുകൾ 70-ലേക്ക് കടക്കുമ്പോഴും 80-ലേക്ക് കടക്കുമ്പോഴും കുറേ കൂടെ അവരുടെ വയോജന ജീവിതം, വാർദ്ധക്യകാല ജീവിതം കുറേ കൂടെ മെച്ചപ്പെട്ടതാക്കാൻ നമുക്ക് ഈ ഇടപെടലുകൾ കൊണ്ട് സാധിക്കും. ഒരുപക്ഷെ അതിന് മുമ്പേ തന്നെ ഇടപെടൽ തുടങ്ങുന്നത് നല്ലതാണെന്ന് എന്ന് പറയാനുള്ളത്. മറ്റൊന്ന്, ഈ വയോജനങ്ങൾ ചെയ്യാവുന്ന വലിയൊരു ഒരു മാതൃക എന്ന് പറയുന്നത്, ഒരു ചൊല്ലുണ്ട്, ഒരു പ്രായമായ ആൾ മരിക്കുമ്പോൾ ഒരു വലിയ ലൈബ്രറിയാണ് അപ്രത്യക്ഷമാകുന്നത്. ഓരോ ആളുകൾക്ക് അവർ എത്ര വിദ്യാസമ്പന്നരാണെങ്കിലും അല്ലാത്തവരായാലും ശരി, അവർക്കൊക്കെ അവരുടേതായ മേഖലകളിൽ പഴയ അനുഭവ പരിജ്ഞാനങ്ങളുണ്ടാവും. അപ്പോൾ ഇത് നമ്മുടെ സമൂഹത്തിലെ യുവതലമുറയ്ക്കും ഈ കൗമാരപ്രായക്കാർക്കും ഇതുകൊണ്ട് വലിയ ഉപയോഗം ഉണ്ടാകും. അപ്പോൾ അത് ഈ ജീവിതത്തിൽ നിന്ന് കടന്നു പോകുന്നതിന് മുമ്പേ തങ്ങളുടെ കയ്യിലുള്ള അനുഭവ പരിജ്ഞാനങ്ങളും അറിവും അവബോധങ്ങളും ഈ എല്ലാം തന്നെ അത് ആവശ്യമുള്ള യുവതലമുറയ്ക്കും മധ്യവയസ്കർക്കും കൗമാരപ്രായക്കാർക്കും നൽകാൻ സാധിക്കണം. അതിന് ഏറ്റവും പറ്റിയ ഒരു പ്രായം ഈ 60 and 70 ആണ്. അതുകൊണ്ട് ഇതിലെ വയോജനങ്ങളിലെ ചെറുപ്പക്കാരാണ് ഇവർ, യങ് ഓൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഭാഗം ശരിക്കും ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു വലിയൊരു അളവോളം നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഇന്ന് നടക്കുന്ന പല നിഷേധങ്ങളെയും നമുക്ക് ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ സാധിക്കും. ഈ മൂല്യബോധങ്ങളായാലും പറയാറുണ്ടല്ല, ഈ ചെറുപ്പക്കാർ ഏത് റൂട്ടിലൂടെയും പോകും, പക്ഷേ ഏത് വഴിയിലൂടെയാണ് പോകേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഒരു പ്രായമുള്ള ഒരാളവിടെ വേണം. അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ വളരെ പ്രസക്തമായ ഒരു നിരീക്ഷണമാണ്. ഏതായാലും വാർദ്ധക്യവും ജീവിതചര്യകളും എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇത്രയധികം സംസാരിച്ചത്. കോഴിക്കോട് ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ഡോക്ടർ TP മഹറൂഫ് രാജാണ് നമ്മളോട് സംസാരിച്ചത്. ഡോക്ടർ, വളരെയധികം നന്ദി നമ്മുടെ പ്രേക്ഷകർക്ക് ഇത്രയധികം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതിന്. സന്തോഷം, നന്ദി.